റെക്കോർഡിംഗ് ആണല്ലോ. ഓക്കെ, പ്രസന്റ് അയച്ചോളൂ. മിസ്സേ മിസ്സേ ആ യെസ്, വോയിസ് കേൾക്കുന്നില്ല. ഞാൻ ഹെഡ്സെറ്റ് എടുത്തോണ്ട് വന്നോട്ടെ. ഇവിടെ മഴ. ഓക്കെ, പെട്ടെന്ന് പോയിട്ട് വാ. ആ വിഷ്ണു, ഓക്കെ. ഓക്കെ, സ്വാദ്, ലാദ്, ത്വാ, ലാ. ഓക്കെ, ക്ലിയർ അല്ലേ? എനി ഡൗട്ട്? ഓക്കെ ഓക്കെ, എന്തായിരുന്നു മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞതാ. അത് മോനെ, അത് തറ ആവാത്തവർക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ടുഡേ വി വിൽ സ്റ്റഡി അബൌട്ട് ലെറ്റർ ഐൻ. ലെറ്റർ ഐൻ നോക്കണേ, മിസ് എങ്ങനെ ഐൻ എഴുതുന്നത് നോക്കണേ. ഐൻ, ലെറ്റർ ഐൻ. നോക്കിക്കേ എങ്ങനെ എഴുതുന്നേന്ന്. ഐൻ. കിട്ടിയോ? എഴുതാൻ കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് റൈൻ, ഗൈൻ. ഐനും ഗൈനും ഏകദേശം സെയിം ആണ്, ഒരു ഡോട്ടിന്റെ ഡിഫറൻറ്റേ ഉള്ളൂ. ഇത് 18 ലെറ്റർ. ഐൻ, 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 ഐൻ. ഓക്കെ, ഐൻ. നെക്സ്റ്റ് ഗൈൻ, ഗൈൻ, ഗൈൻ വരും. നെക്സ്റ്റ് വരുന്ന ലെറ്റർ നോക്കിക്കോളൂ. റൈൻ അല്ല, ഗൈൻ. ഞാൻ മിസ് എഴുതി തരാം മലയാളത്തില്. ഇത് ഐൻ, ഇത് ഗൈൻ. മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ലെറ്റർ ഐൻ എന്തായിരുന്നു? ഐൻ, ഐൻ, ഐൻ. നെക്സ്റ്റ് സെയിം ലെറ്റർ ആണ്, മുകളിൽ ഒരു കുത്ത്, അത് ഗൈൻ. ഗൈൻ എങ്ങനെ എഴുതാ? ഗൈന വായിക്കാൻ നിങ്ങൾക്ക് ഗൈന്ന് പറയാൻ കിട്ടാത്തത് കൊണ്ട് ഈ ഒരു പ്രൊണൗൺസിയേഷനും അവിടെ പറയാൻ പറ്റും. ഓക്കെ, എഴുതി വെക്കണ്ട, എഴുതി വെക്കരുത്, ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതി തന്നേ ഉള്ളൂ. ഓക്കെ, ഗൈൻ, ഗൈൻ, ഗൈൻ. തൊണ്ടന്റെ ലാസ്റ്റ് ഇവിടെ ഈ അറ്റത്ത് നിന്നാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, ഗൈൻ, ഐൻ, ഗൈൻ, ഐൻ, ഗൈൻ. ഓക്കെ, നമ്മളിങ്ങനെ ലെറ്റേഴ്സ് 4 ലെറ്റേഴ്സ് പറഞ്ഞിരുന്നാല്, ഇപ്പൊ ജൂലൈ ആയില്ലേ, ലെറ്റേഴ്സ് ഇതുവരെ കവർ ചെയ്തിട്ടില്ല, കുറച്ചുകൂടെ ഒന്ന് സ്പീഡ് ആക്കണം കേട്ടോ. എന്റെ മക്കൾ അലിഫ് മുതൽ ഇതുവരെയുള്ള ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് എഴുതി പഠിക്കണം. ഇത്രയും നമ്മൾക്ക് എഴുതാൻ കിട്ടുന്നുണ്ടോ നോക്കണ്ടേ. ഒരാഴ്ചയിൽ 4 ലെറ്റേഴ്സ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ അല്ലേ. പഠിക്കുന്ന ലെറ്റേഴ്സ് എന്ത് ചെയ്യണം? സ്റ്റാർട്ടിങ് മുതലേ അതുവരെ നമുക്ക് പഠിക്കാൻ എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കണം, എന്നാലേ നമ്മൾ പഠിച്ചതിന്റെ ഫലമുള്ളൂ. ടൈം പാസ് ആണോ നിങ്ങൾക്ക്? വീട്ടിൽ നിന്ന് അമ്മ പറയുന്നോണ്ട് സാറ് ചീത്ത പറയുന്നോണ്ട് കേറുന്നതാണോ?
ഇല്ല മിസ്. അല്ല, താല്പര്യത്തോടെ വന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യണം? പഠിക്കുന്ന കാര്യങ്ങള് എഴുതി നോക്കുകയും വേണം. ഓക്കെ, അപ്പോ ഐൻ ഗൈൻ. ഓക്കെ അല്ലേ? ഐനും Okay, ഗൈനും miss. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കേണ്ടത് സിമ്പിൾ ആണ്. ഫ. എന്താ? ഫ. ഫ. ഇതാണ് ലെറ്റർ. മലയാളത്തിൽ വരുന്ന ലെറ്റർ ഇതാണ്. ഫ. ഓക്കെ, മാത്രമേ ഉള്ളൂ. ഫ എന്ന് പറയും. ഫ എന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മും നോക്കിയിട്ട് ചെയ്യുന്നു. ഇവിടെ വരയിടണം. ഫ എന്ന അക്ഷരം വരണമെങ്കിൽ. സോ ഹർക്കത്തുകളൊന്നും ഇല്ലെങ്കിൽ ഫ എന്നാ വായിക്കാം. എന്ത് വായിക്കും? ഫ. ഫ. സെയിം ലെറ്റർ ആണ് അടുത്തത് വരുന്നത്. സെയിം എഴുതുന്ന പോലെ എഴുതാം. ഡിഫറെന്റ് 2 ഡോട്ട് ഉണ്ടാവും. എത്ര ഡോട്ട് ഉണ്ടാവും? എന്താ വായിക്കുന്ന അറിയോ? കാഫ്. 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 യാ. ഫ കാഫ്. ഫ കാഫ്. ഫ ഖാഫ്. ഫ ഖാഫ്. ഫ ഖാഫ്. Say all of you. Fa ഖാഫ്. ഓക്കെ, ഫ ഖാഫ്. ഈ മക്കളെ, ഈ ഫിന്റെ ഇവിടെ മിസ് നോക്കണേ. ഹർക്കത്തുകൾ ചേർത്ത എന്താ വായിക്ക? ഇതെന്താ ഇപ്പൊ വായിക്കുന്നേ? ഓക്കെ, ഇവിടെ ഇട്ടാലോ? ഇനി ഇവിടെ ലമ്മിട്ട് കൊടുത്താലോ? ഓക്കെ, ഇനി ഏത് അക്ഷരത്തിന്റെ കൂടെയും മുകളിൽ സുക്കൂൻ, അതായത് ഇതുപോലുള്ള വട്ടം ഇട്ട് കൊടുത്ത് എന്താ വായിക്കുന്നത് അറിയോ? ഫ് എന്നുള്ള. ഇതിപ്പോ ഫ് എന്നാ വായിക്ക. ഫ്. നമ്മള് അതുപോലെ വായിക്കുന്നതിന് എന്താ മലയാളത്തില്? ചന്ദ്രക്കല ഇട്ട് കൊടുക്കും അല്ലെ? ഫ് ക് മ് അല്ലെ? അപ്പൊ അറബിയില് ഈ ഒരു ചിഹ്നത്തിന് പകരം എല്ലാ ലെറ്ററിന്റെ മുകളിലും എന്താ ഇടുന്നത്? ഒരു വട്ടാണ്. അണ്ടർസ്റ്റാൻഡ്? മലയാളത്തിൽ നമ്മൾ ചന്ദ്രക്കല ഇടുന്നതിന് പകരം അറബിക് ലെറ്റേഴ്സിൽ എന്തിടും? വട്ടം. വട്ടം ഇടും. ഡോണ്ട് ഫോർഗെറ്റ്. ഓക്കേ. എന്താ അത് നമ്മളിപ്പോ അലീഫ് അറബിക്കിൽ എഴുതുമ്പോ ഈ സംഭവം ഈ വട്ടമായിരിക്കും. ഏതാ? അലീഫ് നമ്മൾ അറബിക്കിൽ എഴുതുവാണെങ്കിൽ ഈ വട്ടം. അറബിയിൽ എഴുതുമ്പോ അറബിയിൽ അലിഫ് എഴുതുന്നത് അറബി ഈ ഒരു അക്ഷരം മാത്രമല്ല മക്കളെ, അറബി മലയാളം കൂടെ നമ്മൾക്ക് പഠിക്കാനുണ്ട്. ഇത് അറബി മലയാളം. മലയാളം നമ്മൾ സംസാരിക്കുന്ന പോലെ നമുക്ക് അറബിയിൽ എഴുതാം. ഹന്ന. ഹന്ന നമ്മൾക്ക് എഴുതാം. ഇതാ ഹന്ന എന്ന് മിസ് എഴുതുന്നത് നോക്കിക്കോളൂ. ഇതാണ് ഹ എന്നുള്ള അക്ഷരം. ഹ കൂട്ടി എഴുതുന്ന സമയത്ത് ഇവിടെ ന എഴുതും. ഇതാണ് ന. എന്നിട്ട് ഡബിളിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഷദ് ചേർക്കും. ഷദ്. ഇതാണ് ഹന്ന. പിന്നെ അറബിയിൽ പെൺകുട്ടികളെ പേര് എഴുതുന്ന സമയത്ത്, പെൺകുട്ടികളുടെ പേര് എഴുതുന്ന സമയത്ത് പേരിന്റെ ലാസ്റ്റ് എന്ത് ചേർക്കും? ഒരു താവും കൂടെ ചേർക്കും. ഇതാണ് ഹന്ന. ഇങ്ങനെയാണ് ഹന്ന എന്ന് എഴുതുന്ന അറബിയിൽ. ഇതാണ് നമ്മൾ അറബി മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, അത് മിസ് സാവധാനത്തിൽ നിങ്ങൾക്ക് ഓരോരാളെ പേര് എഴുതാനും സ്കൂളിന്റെ പേര് എഴുതാനും ഒക്കെ മിസ് പഠിപ്പിച്ചു തരും. ഓക്കെ, ഇതാണ് അറബി മലയാളം എന്ന് പറയുന്നത്.
നമ്മളിപ്പോ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് അറബിയിൽ എഴുതാം, അറബി മലയാളം. ഞാൻ സ്കൂളിൽ പോവുകയാണ്, ഞാൻ ക്ലാസ് കേൾക്കുകയാണ്, അതുപോലെയൊക്കെ നമ്മൾക്ക് അറബിയിൽ എഴുതാൻ പറ്റും. പക്ഷെ അതിനു മുന്നേ എന്ത് ചെയ്യണം? നമ്മൾ അറബി അക്ഷരം പഠിച്ചിരിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ കൊച്ചു കുട്ടികളെ LKG ഇങ്ങനെ ലെറ്റേഴ്സ് ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ അല്ലേ? ലെറ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് വാക്കുകളും ഒക്കെ പഠിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഓക്കെ. അപ്പോ ഫ ഫി ഫു പഠിച്ചില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? മിസ് ഇപ്പൊ പഠിപ്പിച്ച 4 ലെറ്റേഴ്സ് ഏതൊക്കെയാ? മിസ് ഒന്നുകൂടെ എഴുതി തരാം. ഇപ്പൊ തന്നെ നോട്ടിൽ എഴുതണേ. ഐനും ഗൈനും ഫഉം കാഫും ഹർക്കത്തുകൾ ചേർത്തൊന്ന് എഴുതിക്കോളൂ പെട്ടെന്ന്. ഫസ്റ്റ് ഐൻ എന്ന ലെറ്ററിന് ആ ഐ ഉ എഴുതാ. നെക്സ്റ്റ് ഗൈൻ ഐൻ ആ ഐ ഉ എഴുതാ. നെക്സ്റ്റ് ഫ ഫി ഫു എഴുതാ. ക കി കു. ആർക്കെങ്കിലും എഴുതാൻ പറ്റാത്തതുണ്ടെങ്കിൽ മിസ്സിനോട് പറ. ഏഞ്ചൽ ഫേസ് മാത്രല്ലേ കാണുന്നുള്ളൂ. ഏഞ്ചൽ എവിടെ ഇരിക്കുന്നേന്ന് നിവർന്നിരുന്നേ. ഓക്കെ, കൃപക്ക് എഴുതാൻ പറ്റുന്നില്ലേ? ഷഹാന ഫിനിഷായി അല്ലേ? ഓക്കെ. ശ്രീദേവ് പ്രസാദ് പറ്റുന്നുണ്ടോ? ഓക്കെ. ഡെൽവിൻ ഓക്കെ ആവുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ഓക്കെ. അതിന്റെ കൂടെ അക്ഷരങ്ങൾ ഈ സിമ്പിൾ ചേർക്കുമ്പോഴേ ആന്നുള്ള സിമ്പിൾ ചേർക്കുമ്പോ അതെന്താ വായിക്കുന്ന? തന്നെ ആ ഐ ഉ. ഐൻ ഇപ്പൊ പഠിച്ചില്ലേ? ഐൻ ഐൻ അത് ആ ഐ യു എന്നാണ്. ആ അല്ല നമ്മൾ എഴുതുന്ന ആ അല്ല വായിക്കുന്നത്. അത് എഴുതി തരാൻ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ തൊണ്ടയിൽ തന്നെ പറഞ്ഞു പഠിക്കണം. ആ ആ ആ ആ ആ ഐ ഉ. നെക്സ്റ്റ് ഗൈൻ ഗ ഐ ഉ. ആ ഐ ഉ. അതും കുറച്ച് പറയാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കിട്ടും. ഓക്കെ, മിസ് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഒരു ലിങ്ക് ഇട്ട് തരാം. അറബിക് ആൽഫബറ്റ്സിന്റെ പ്രൊനൗൺസിയേഷനും അത് പഠിക്കേണ്ട ഒരു ലിങ്ക് ഇട്ട് തരാം മിസ്. അത് നിങ്ങൾ ടൈം കിട്ടുന്ന സമയത്ത് ഒന്ന് നോക്കണം കേട്ടോ. ക്ലാസ് ഇല്ലാത്തൊരു സമയത്ത് വൈകിട്ടോ കിടക്കുന്ന സമയത്തോ നിങ്ങളെ മൈൻഡ് ഫ്രീ എപ്പോഴാ ആവുന്നത് അപ്പൊ അതൊന്ന് കേട്ട് നോക്കുക കേട്ടോ. ഇഷ്ടം പോലെ ഗെയിമൊക്കെ ഉണ്ട് യൂട്യൂബിൽ. മിസ് അതിന്റെ ലിങ്ക് അയച്ചു തരാം. അറബിക് ലെറ്റേഴ്സ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്ന ഒരു ആപ്പ് ഉണ്ട് മിസ്, അത് അയച്ചു തരാം കേട്ടോ. അതിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഒരു ലെറ്റേഴ്സ് ടച്ച് ചെയ്യുമ്പോൾ അതെന്താ വായിക്കുക എന്നുള്ളത് വരുന്നതുണ്ട്. അത് മിസ് ഒന്ന് അയച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 4 ലെറ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തോ? ഹർക്കത്തുകൾ ചേർത്ത് എഴുതിയോ? നെക്സ്റ്റ് നോക്കാം. ഇന്നൊരു 6 ലെറ്റേഴ്സ് നമ്മൾക്ക് എടുക്കാം. എങ്കിലേ കഴിഞ്ഞ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു 6 ലെറ്റേഴ്സും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ലെറ്റേഴ്സ് കംപ്ലീറ്റ് ആവും, ആൽഫബറ്റ്സ് കംപ്ലീറ്റ് ആവും. നോക്കാം. ഇപ്പൊ നമ്മൾ ഏതാ? കോഫ് പഠിച്ചു അല്ലെ? 4 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്നുകൂടെ എഴുതി നോക്കാം. ഐൻ പഠിച്ചിട്ടുണ്ട്.
ഗൈൻ പഠിച്ചിട്ടുണ്ട്. ഫാ പഠിച്ചിട്ടുണ്ട്. ഖാഫ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇന്ന് പഠിച്ചത് അല്ലേ? നെക്സ്റ്റ് ലെറ്റർ സിമ്പിൾ ആണ്. ഇതും കാഫ് തന്നെയാണ്. അത് ഖാഫ് ആണ്, ഇത് ഖാഫ് ആണ്. ഇതെന്താ? ഇതുപോലെയാ വായിക്കേണ്ടത്. ഖാഫ് ഒന്ന് പറഞ്ഞ മക്കളെ. ഖാഫ് ആണ്. ഓക്കെ, ഇത് ഖാഫ് ആണ്. ഇത് ഇനി ഫത്തഹ ഇട്ടെടുത്ത ക്വാന്ന് വായിക്കുക. ക്വാ ക്രീ കു. ഓക്കെ, നെക്സ്റ്റ് മിസ് എഴുതാൻ പോകുന്ന ലെറ്റർ കാഫ് ആണ്. വെറും കാഫ്, വെറും കാഫ്. ഷഹന, എന്റെ ബോർഡിൽ വരക്കാണോ? കാഫ്. എന്താ മക്കളെ? കാഫ്. ഒന്ന് എഴുതി നോക്കിക്കേ. കാഫ്. ഇത് സിമ്പിൾ കാഫ് ആണ്. കാഫ്. ഇതിങ്ങനെയാണ് വായിക്കുന്നത്. മലയാളം എഴുതി വെക്കരുത്, മലയാളം എഴുതി വെക്കരുത്. കാഫ്. ഓക്കെ അല്ലേ? ഇത് നമ്മൾക്ക് എന്ത് എഴുതാം? കാ കീ കൂ എന്ന് എഴുതിക്കൂടെ? കാ കീ കൂ എന്ന് എഴുതാൻ പറ്റൂലേ? എഴുതിക്കോളൂ, പെട്ടെന്ന് എഴുതി. Okay, did you finish? Yes. എഴുതുമ്പോ മറ്റേ ചന്ദ്രക്കല എഴുതണം. ചന്ദ്രക്കല അല്ലല്ലോ, നമ്മൾ ഏതാ എഴുതേണ്ടത്? ചന്ദ്രക്കലക്ക് പകരം ഏതാ എഴുതേണ്ടത്? വട്ടം. വട്ടം. വട്ടം ഇടാലോ നിങ്ങൾക്ക്. സിമ്പിൾ അല്ലേ? ആ, എഴുതാലോ. അത് നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. അറബിക് ആൽഫബറ്റ്സ് അറബിയിൽ ഒന്നും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണ്ട. അറബിയിലെ ചിഹ്നങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് പഠിക്കാൻ പറ്റും. എഴുതി പഠിക്കോ ബൈഹാർട്ട് പഠിക്കോ ചെയ്യേണ്ടതല്ല, മനസ്സിലാക്കാണ്ട് വേണ്ടത് കേട്ടോ. ശ്രദ്ധയോടെ. ഓ, കാഫിന്റെ കൂടെ വട്ടം ഇട്ട് കൊടുത്ത എന്താ വായിക്ക? എന്താ വായിക്കുന്നേ? വായിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു ലെറ്ററും കൂടി പഠിച്ചാലോ നമ്മൾക്ക്? റെഡി? മടുക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഓവർ ആവുന്നുണ്ടോ? ഉണ്ടോ? ഡെൽവിൻ, എന്റെ ചിരിയിൽ എനിക്ക് തോന്നുന്നുണ്ടല്ലോ അങ്ങനെ. ഇല്ല. ഒരു ലെറ്ററും കൂടെ പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി ഞങ്ങൾക്ക് ആൽഫബറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാം, പിന്നെ വാക്കുകൾ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ സിമ്പിൾ ആണ്. ഐൻ പഠിച്ചു, ഗൈൻ പഠിച്ചു, ഫാ, കാഫ്.
കാഫ്. നെക്സ്റ്റ് ലെറ്റർ ലാം. ലാം എന്താ? ഒന്നുകൂടെ മിസ് എഴുതി തരാം. ലാം. ലാം. ഓക്കെ, എന്തായിരുന്നു? ലെറ്റർ ലാം. ഹർക്കത്തുകൾ കൊടുക്കാലോ. ലാ, ലി, ലു, ല്. ലാം. ലാം. എഡ്വിൻ. ലാം. ലാം. ഇനി എഴുതാലോ, നമുക്ക് ഹർക്കത്തുകൾ ചേർക്കാലോ. ലാ, ലി, ലു, ല്. എഴുതാലോ അല്ലേ? പറ്റാത്തവരുണ്ടെങ്കിൽ മിസ്സിനോട് പറയാം. ലാ, ലി, ലു, ല്. ഓക്കെ, ആതിര എഴുതി കഴിഞ്ഞു. അർജുൻ രാജ്, മിസ് നോട്ട് നോക്കുവേ. ഓക്കെ, നോട്ട് നോക്കുന്ന സമയത്ത് മിസ്സേ എന്റെ നോട്ട് കംപ്ലീറ്റ് അല്ല, മിസ്സേ ഞാൻ അത് എഴുതിയിട്ടില്ല, മിസ്സേ ഞാൻ ആ ക്ലാസ്സിൽ എഴുതിയിട്ടില്ല എന്നുള്ളത് ഒന്നും കേൾക്കണ്ട. നോട്ട്സുമായിട്ട് നിങ്ങളോട് സ്കൂളിലേക്ക് എത്താൻ പറയും കേട്ടോ. നിങ്ങളുടെ നോട്ട് കറക്ഷൻ ചെയ്യുന്ന ടൈമൊക്കെ വരുന്നുണ്ട്. മിസ് ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കൂ. ഓക്കെ, ഓക്കെ, നമ്മുടെ ടൈം ഏകദേശം തീരാറായിട്ടുണ്ട്. ലെറ്റർ ലാം ആണ് എഴുതേണ്ടത്. ലാ, ലി, ലു, ല്. നമ്മൾ 23 ലെറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. 23 ലെറ്റേഴ്സ്. ഇനി 5 ലെറ്റേഴ്സ് ആണ് നമ്മൾക്ക് പഠിക്കാൻ ബാക്കിയുള്ളത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറബിക് ആൽഫബറ്റ്സ് ലാം വരെ എഴുതാം. 5 ടൈംസ് എഴുതാം. ലാം വരെ 5 ടൈംസ് എഴുതിയിട്ട് മിസ്സിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് ഷുവറായിട്ട് അയച്ചു തരാം. നിങ്ങൾ അയച്ചു തരുന്നവരെ മിസ് നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ആരൊക്കെയാ കറക്റ്റ് പറയുന്ന വർക്കൊക്കെ അയച്ചു തരുന്നത് നോട്ട് ചെയ്തിട്ട് സാറിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? അലസത കളിച്ചിട്ട് മിസ് ഇന്ന് എല്ലാം ഫുള്ളും വേണം മിസ്. 5 പ്രാവശ്യം എഴുതിയിട്ട്. 23 ലെറ്റേഴ്സും സിമ്പിൾ അല്ലേ? എന്തേലും എഴുതണോ? അലിഫ്, ബാ, താ, സാ, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റാ, ദാ, സീൻ, ഷീൻ, സ്വാദ്, ളാദ്, ത്വാ, ളാ, ഐൻ, ഖൈൻ, ഫാ, ഖാഫ്, കാഫ്, ലാം. മിസ് ഇതിനൊക്കെ ചിഹ്നം വേണ്ടതിന് വേണ്ട. ഫാ, ഫി, ഫു അത് എഴുതണ്ട. മിസ് അന്ന് നിങ്ങൾക്ക് ആൽഫബറ്റ്സ് അയച്ചു തന്നില്ലായിരുന്നോ? അതുപോലെ ചിഹ്നങ്ങളൊന്നും ചേർക്കണ്ട, ഹർക്കത്തുകളൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ആൽഫബറ്റ്സ് മാത്രം. ഓക്കെ, മിസ് അന്ന് അയച്ചത് ഒന്നും കൂടി അയച്ചുതരാം. ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അയച്ചു തരാം. ഒന്ന് മിസ്സിനെ ഓർമ്മിപ്പിക്കണേ. ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി മിസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ 23 ലെറ്റേഴ്സ് 5 ടൈം എഴുതുമ്പോഴത്തേന് നിങ്ങൾക്ക് ഏകദേശം ബൈഹാർട്ട് പഠിക്കും. കാണാതെ എഴുതാൻ പഠിച്ചാൽ പോരാ, അത് ഐഡന്റിഫൈ ചെയ്യാനും പഠിക്കണം. അതുപോലെ പറ്റാത്തവരെന്ത് ചെയ്യാം? മിസ്സിനെ കോണ്ടാക്ട് ചെയ്യാം. മിസ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ധൈര്യമായിട്ട് മിസ്സിനോട് ചോദിച്ചോളൂ. ഓക്കെ, ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
മിസ് നോട്ട്ബുക്കിലാണോ എഴുതുന്നത് റഫിൽ എഴുതിയാൽ മതി? നോട്ടിൽ എഴുതിക്കോ. നമ്മൾക്ക് നോട്ടിൽ പേജ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഉണ്ട്. ഓക്കെ, എനി ഡൗട്ട്സ്? ഇന്ന് അവസാനം ലാം ലെറ്റർ, ആൽഫബറ്റ്സ് ലെറ്റർ എഴുതുമ്പോൾ ലാം എന്നാ വായിക്കുക. ചിഹ്നങ്ങൾ ചേർത്താലാണ് ഫതഹ ഇട്ട് കൊടുത്താൽ ലാ, കിസ്ർ ഇട്ട് കൊടുത്താൽ ലി, ലം ഇട്ട് കൊടുത്താൽ ലു, സുക്കൂൻ ഇട്ട് കൊടുത്താൽ വട്ടം ഇട്ട് കൊടുത്താൽ ലി. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? Yes, miss. Yes. Okay, any doubt? Yes, miss. It's time to No wind doubt, up. miss. No doubt. Okay, it's time to wind up. Meet you in the next class. Bye, miss. Okay, thank you. Bye.